അടിപൊളി ഹാർപിക്. അപ്പോൾ ഹാർപ്പിക്ക് ഒഴിച്ച് ഇതിൻ്റെ അകത്തുള്ള 99.99% കീടാണുക്കളെയും കൊല്ലാനുള്ള പരിപാടിയിലാണ്. അടിയിലോട്ട് നോക്കിയാൽ കണ്ട ഇമ്മാതിരി ലീക്കാണ്. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നമ്മളിന്ന് വർക്ക്ഷോപ്പിലല്ല ഉള്ളത്, ഒരു വഴിപ്പണിക്ക് വന്നത്. ഇതാണ് നമ്മുടെ ക്രൂസ്. ഇതിന് കാര്യമായ രീതിയിൽ കൂളൻ ലീക്കാണ്. അപ്പോൾ കൂളൻ ലീക്ക് കണ്ടിട്ട് പുള്ളിക്കാരൻ വിളിച്ചപ്പോഴത്തേക്ക് കാര്യമായ കൂളൻ ലീക്ക് ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യേണ്ട, നമ്മളൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 10-15 ദിവസമായിട്ട് ഈ ഒരു വണ്ടി ഇവിടെ തന്നെ കിടക്കുകയാണ്. തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. ഇന്ന് എന്തായാലും നമ്മൾ സ്പെയർ പാർട്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. വാങ്ങിച്ച സ്പെയർ ഒരു കാരണവശാലും ഒറിജിനലല്ല, പക്ക സാധനമല്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് അത്യാവശ്യം ഓട്ടിക്കുന്ന പരിപാടിക്ക് നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സാധനം മാറുക എന്നുള്ളതാണ്. ഇപ്പം ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാണ്ട്, ഇതിപ്പോൾ ഹാർപ്പിക്കിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണം. ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു ഹാർപ്പിക്കിട്ട് നമ്മൾ ക്ലീൻ ആവുന്നതായിട്ട്. അപ്പോൾ നമ്മൾ ഹാർപ്പിക്കിട്ട് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് ലീക്ക് എവിടെ നിന്ന് നോക്കണ്ടേ, അപ്പോൾ നമുക്ക് നോക്കാം. അടിയിലോട്ട് നോക്കിയാൽ കണ്ട ഇമ്മാതിരി ലീക്കാണ്. ഈ ലീക്കം വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഒരു 10-14 കിലോമീറ്റർ ഉണ്ട് നമ്മളെ വർക്ക്ഷോപ്പ് വരെ ഓടി വരാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വണ്ടി പൊക്കാൻ പോവുകയാണ്. അടിയിൽ കൂടെ മാത്രമേ ആ ഒരു സാധനം മാറാൻ പറ്റുള്ളൂ, അതായത് ആ ഒരു ഓസ് മാറാൻ പറ്റുള്ളൂ. ഒരു ചെറിയ ബെൻഡോസാണ് ലീക്ക്. നിങ്ങൾക്ക് അടിയിൽ കയറിയിട്ട് ഇത് വിശദമായിട്ട് കാണിച്ചു തരാം. വണ്ടി നൈസിനെ അങ്ങോട്ട് പൊക്കണം. പൊക്കിയിട്ട് നമുക്ക് ഇളക്കി തുടങ്ങാം. മോനെ അടിയിൽ വെള്ളമുണ്ട്, കുഴപ്പമില്ലല്ലേ? ഓക്കെ. അപ്പോൾ ആ ഓസ് നെടുനീളെ പൊട്ടിപ്പോയിരിക്കുകയാണ്. ഒറിജിനൽ ഓസ് കിട്ടാൻ ഇത്തിരി പാടാണ്. അങ്ങനെ അതിന് സമാനമായിട്ടൊരു ഓസ് വാങ്ങിച്ചു കൊണ്ടുവന്നു. ഓസ് കുഴപ്പമില്ല, പക്ഷേ സെയിം ഷേപ്പ് അല്ല എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് പൊക്കി സ്റ്റാൻഡ് വെക്കാം. ഇതിൻ്റെ കൂളൻ ടാങ്ക് മൊത്തവും അഴുക്കായതുകൊണ്ട് നമ്മളൊരു വീഡിയോ ഒക്കെ കണ്ടത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അരുൺ പോയി, വണ്ടിയുടെ ഉടമസ്ഥൻ അരുൺ പോയി ഹാർപ്പിക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളിതാ ഈ ഒരു ടാങ്ക് ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാൻ പോയാണ്. ഹാർപ്പിക്കായിട്ട് അരുൺ വന്നു. ഹാർപ്പിക് ഇതിൻ്റെ അവസ്ഥ കണ്ടാ, അതിൻ്റെ അകത്ത് മൊത്തം ചെളി. എന്തിനാ ഇതെന്താ ഇത് ചായ ഫാക്ടറിയോ? അപ്പോൾ ഹാർപ്പിക്ക് ഒഴിച്ച് ഇതിൻ്റെ അകത്തുള്ള 99.99% കീടാണുക്കളെയും കൊല്ലാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ 2 കൊലപാതകളാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അതാണ്ടേ വിഷ്ണുടാ, മോശമായിട്ടാണ് കീടാണുക്കളെ കൊല്ലുന്നത്. ഇനിയിപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് നോക്കാം. മതി. ഇനി ഇത്തിരി വെള്ളം ഒഴിച്ച് നോക്കാം കേട്ടോ. ചെറുതായിട്ട് കുലുക്കി വെച്ചോ. ആ മുകളിൽ കാണുന്ന ഓസാണ്. താണ്ടേ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഓസാണ് ഇതിൽ ഡാമേജ് ആയിട്ട് വന്നേക്കുന്നത്. ഇവിടെ മൊത്തം ഇരുട്ടായതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ള അറിയാൻ വയ്യ. അവനെ ഈ സൈഡിൽ കൂടെ കൈയിട്ട് ഇളക്കിയാൽ കേട്ടോ. അപ്പോൾ എന്തായാലും വിഷ്ണു കയറി ഇളക്കട്ടെ. ഇളക്കി വെളിയിലെടുത്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളെ വണ്ടിക്ക് പണി എന്ന സാധനം ഇതാണ്. പഴകിയിട്ടാണ് വന്നത്. ഇപ്പം റേഡിയേറ്ററിൽ എപ്പോഴും കൂളൻ്റ് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്ത് വിടുന്ന വണ്ടിയിൽ മാത്രമേ ഉള്ളൂ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് 200 കിലോമീറ്റർ ഓടിയതിനു ശേഷം കൂളൻ്റ് ആക്കാൻ പറയുന്നത്. അതായത് ഇതിനൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ മിക്സായി പോകും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ കൂളൻറ്റും ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഓസ് നമുക്ക് മാറണം. ഇതും ഓൾറെഡി കട്ട് ചെയ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന കണക്കാണ്. ഇതിപ്പോൾ ക്രൂസിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒറിജിനൽ സാധനമൊന്നുമല്ല. പക്ഷേ ഇത് വെള്ളത്തിൻ്റെ ഓസാണ്, കുഴപ്പമില്ല. പക്കായിട്ട് കിടന്നോളും. പിടിച്ചേ. അപ്പോൾ പഴയ ഓസും കൂടെ കയ്യിലെടുത്തോ. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന ഓസ് ഇത്രയും ബെൻഡുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ളത് ഈ ബെൻഡ് മാത്രമുള്ള ഓസാണ്. ഇത് നേരത്തെ കംപ്ലൈൻ്റ് ആയിട്ട് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബെൻഡ് വരുന്നത്. പക്ഷേ ഇത് ഈ ഒരു ഭാഗത്ത് ഇത്രയും ചളക്കൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പൊട്ടിയത്. ഈ ഒരു ഓസാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഓസ് ഒരു കാരണവശാലും ഇടാൻ പറ്റത്തില്ല. അപ്പം ഓയിൽ കൂളറിൽ 2 ഓസ് വരുന്നുണ്ട്. ഓയിൽ കൂളറിൻ്റെ കൂളൻ്റ് വരുന്ന സെക്ഷനിൽ 2 ഓസ് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഓസ് പകരം ഇങ്ങനെ ഇതിന് ബെൻഡ് ഏകദേശം ഒരേ കണക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓസ് 2 ഭാഗത്തായിട്ട് കട്ട് ചെയ്ത് സെറ്റാക്കാനുള്ള പരിപാടിയാണ്. ഇതിൻ്റെ അടിഭാഗം കാണിച്ചു തരാൻ പ്രത്യേകിച്ച് വലിയൊരു നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരുന്നത്. എന്തായാലും എല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കണം. ഇപ്പോഴും പറയുകയാണ് അത് ഒറിജിനൽ ഓസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കണം. കൊള്ളാം അല്ലേടാ? കുറച്ച് നല്ലോണം കുലിക്കേ. ആടിപ്പൊളി. അപ്പോൾ ഹാർപ്പിക്കുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗമൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. അപ്പം കുറച്ച് നേരം ഇത്തിരി മെനക്കെട്ടു. കാര്യം വെച്ചാൽ ഇതിൽ കുറച്ച് അറ കണക്ക് വരുന്നുണ്ട്.
ഇത് ക്ലീൻ ചെയ്യാൻ ഇത്തിരി പാടാണ്. ഇതിൻ്റെ അകത്ത് മാക്സിമം ഇതുണ്ട് ചെറിയ രീതിയിലുള്ളതേ ഉള്ളൂ. മാക്സിമം വൃത്തിയായിട്ടുണ്ട്. നല്ല രീതിയിൽ പറ്റാവുന്നതിൻ്റെ അങ്ങറ്റം സാധനം വൃത്തിയായിട്ടുണ്ട്. ഒരു പ്രഷർ വാഷർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായാണ്. അപ്പം ഹാർപ്പിക്ക് ഉപയോഗിച്ച് ഇത് കണക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പഴയ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് സ്വർഗ്ഗമായില്ലേടാ, സൂപ്പറായി സാധനം. ഈ കുറച്ച് സൂപ്പറായിട്ട് സെറ്റാവും. അപ്പോൾ എന്തായാലും വണ്ടിയിൽ വെച്ച് സെറ്റ് ചെയ്ത് ആദ്യമേ നമുക്ക് പച്ചവെള്ളമാണ് ഒഴിക്കാൻ പോണത്. വെള്ളം ഒഴിച്ച് ചെക്ക് ചെയ്യാം വെള്ളം ലീക്ക് ഉണ്ടോ എന്താണെന്നുള്ളത്. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു ലൈൻ ഫ്രീ ആയിട്ട് ഇട്ടേക്കും. സ്റ്റാർട്ട് ചെയ്ത് വെള്ളം കുറേ കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ലൈൻ കൊടുത്ത് കറക്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ ഈ ഒരു ഹോസിൽ നമ്മൾ റിട്ടേൺ പൈപ്പ് വരുന്നിടത്ത് ഇതേ കണക്കൊരു ഹോസ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് സൈഡ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ വെറുതെ വണ്ടി നശിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇത് കണക്കൊരു ഹോസ് കൊടുത്തിട്ടുണ്ട്. ഹോസ് കൊടുത്ത് ഇതേ കണക്ക് താഴ്ത്തിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് ആ തൊള്ളായിരിക്കും കാര്യങ്ങളൊക്കെ മാക്സിമം എടുത്ത് കളയാം. ഇനി ലീക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഇത് വെച്ച് സെറ്റ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിനെ ലീക്കും കൂടെ നോക്കണമേ. ഇല്ലടാ, ലീക്കായിട്ടൊന്നും കാണുന്നില്ല. എന്തായാലും ഒഴുകി. നമ്മളെ വണ്ടിയുടെ ഈ റിട്ടേൺ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൽ എന്തൊരു ബ്ലോക്ക് ഉണ്ട്. ഇവിടുന്ന് അഴിച്ചു വിടണം. എന്തൊരു ബ്ലോക്ക് ഉണ്ട്. 10 ഞാനല്ല പറയാം, 10 ബോൾട്ട് എടുത്തില്ല. ഇങ്ങോ ഇതും അഴിച്ച് ഇത് ഊരിങ്ങിട്ട് ഇതിൽ നോക്കിയതാ ഞാൻ ഉണ്ടോ അടവാ, ഒരനക്കവും ഒരു രക്ഷയില്ല. എവിടെയെങ്കിലും മറ്റേ ബ്ലോക്ക് കാണും കേട്ടോ മിക്കവാറും. കടവുളെ അടവ്, മാരകമായ അടവ് നോക്കിയേ. അപ്പോൾ നമ്മളതാ ഈ ഒരു റിട്ടേൺ ഹോസിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഫ്രീ ആക്കിയിട്ടുണ്ട്. നേരത്തെ ഇരുന്ന് അടഞ്ഞൊരു പരുവായിട്ടാണ് ഇരുന്നത്. ഇവിടെ ഇരുന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ കുത്തി ക്ലീനാക്കി. ഇതിൽ സാമ്പിൾ എടുക്കാണ്, ഒരുപാടുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ റേഡിയേറ്റർ കൂടെ നമുക്ക് ക്ലീൻ ചെയ്യണം കേട്ടോ. നമുക്കിനി വെള്ളം ഒഴിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം വീണ്ടും അടവും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ റാവന ഒരു സെക്കൻഡ്. അപ്പോൾ നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതുപോലെ സ്കാനിങ് ടൂൾ വെച്ച് നമ്മൾ സ്കാൻ ചെയ്ത് ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നോക്കി സെറ്റാക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ ലോ സ്പീഡ് ഫാൻ വർക്കായിക്കൊണ്ട് കട്ടായി 92 ഡിഗ്രി ആയപ്പോൾ കട്ടായി. ഇനി വീണ്ടും ഓണാകും. നമുക്കൊന്ന് കുറച്ചും കൂടെ കാല് കൊടുത്ത് വെച്ചേക്കുമ്പം അറിയാൻ പറ്റും. പിന്നെ നമ്മൾ നല്ലോണം കാല് കൊടുത്ത് ഓടുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് AC ഒക്കെ ഇട്ട് ഇപ്പോൾ നല്ല സ്പീഡിൽ വണ്ടി വിട്ടു പോകുന്ന സമയത്തൊക്കെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഹൈ സ്പീഡൊക്കെ വർക്കായി തുടങ്ങും എന്നുള്ളതാണ്. ഇപ്പോൾ പല വണ്ടികളിലും ലോ സ്പീഡും ഹൈ സ്പീഡൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. 96 ആയപ്പോഴത്തേക്ക് ലോ സ്പീഡ് ഫാൻ വർക്കായി. ഇനി ടെമ്പറേച്ചർ കുറഞ്ഞു വന്നിട്ട് ആ സ്പാൻ കട്ടാവും. അതായത് 92 വരുമ്പോഴത്തേക്ക്. വന്നു, ഫാൻ ഓഫായി. അപ്പം വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഓക്കെയാണ്. നമുക്ക് വണ്ടി താത്തിറക്കി പണി ഒതുക്കി ലീക്ക് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ തീർന്ന് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ടൂൾസും കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.